സിവിൽ പോലീസ് ഓഫീസർ, വുമൺ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ എഴുതുന്ന നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കിലെ റിവിഷൻ ക്ലാസ് ആണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ക്ലാസ് അവസാനം വരെ കാണാൻ ശ്രമിക്കണം. ഫസ്റ്റ് തന്നെ നമ്മൾ സ്പോർട്സ് പാർട്ടിലെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നോക്കി പോവാം. ഫസ്റ്റ് തന്നെ 2026 നടന്ന ICC മെൻസ് T20 വേൾഡ് കപ്പ്, അതായത് 2026 ICC പുരുഷ T20 വേൾഡ് കപ്പ് ഡീറ്റെയിൽസ് നോക്കാം. നമുക്കറിയാം 2026 ICC പുരുഷ T20 വേൾഡ് കപ്പിന്റെ വേദി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായിട്ടാണ് ഈ ഒരു ടൂർണമെന്റ് നടത്തിയത്. 2026 ഫെബ്രുവരി 7 മുതൽ മാർച്ച് 8 വരെയായിരുന്നു ഈ ഒരു ടൂർണമെന്റ്. അപ്പൊ വേദി എവിടെയാണ്? ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായിട്ടാണ് ICC പുരുഷ T20 മാച്ച് 2026 നടത്തിയത്. ഫൈനൽ വിജയ്, ജേതാക്കള് നമ്മുടെ ഇന്ത്യയാണ് ജേതാക്കളായിട്ട് വന്നത്. ന്യൂസിലാൻഡിനെ ഫൈനലിൽ 96 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയാണ് ജേതാക്കളായത്. ഈ എത്ര റൺസിനാണ് പരാജയപ്പെടുത്തിയെന്നുള്ളതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ പഠിച്ചു വെക്കണം. ജേതാക്കൾ ആരാണ്? നമ്മുടെ ഇന്ത്യയാണ്. അപ്പം റണ്ണറപ്പ് ഓൾറെഡി നമുക്കറിയാം ന്യൂസിലാൻഡ് ആണ്. അപ്പൊ ന്യൂസിലാൻഡിനെ ഫൈനലിൽ 96 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ജേതാക്കൾ ആയത്. ഇനി ജേതാക്കളായ നമ്മുടെ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? സൂര്യകുമാർ യാദവ് ആയിരുന്നു കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. ICC പുരുഷ T20 വേൾഡ് കപ്പിലെ ഇന്ത്യൻ ടീമിനെ നയിച്ച ക്യാപ്റ്റൻ ആരാണ്? സൂര്യകുമാർ യാദവ്. ഇനി പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടൂർണമെന്റിലെ താരം സഞ്ജു വി സാംസൺ ആണ്. നമ്മുടെ മലയാളിയായിട്ടുള്ള സഞ്ജു വി സാംസൺ ആണ്. വളരെ ഇമ്പോർട്ടന്റ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഒരു 95% ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. പഠിച്ചു വെക്കണം. 2026 ICC പുരുഷ T20 വേൾഡ് കപ്പിലെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് അഥവാ ടൂർണമെന്റിലെ താരമായ മലയാളി ആരാണ്? സഞ്ജു വി സാംസൺ ആണ്. ഇനി പ്ലെയർ ഓഫ് ദ ഫൈനൽ ആരാണ്? ഫൈനലിലെ താരം ജസ്പ്രീത് ബുംറയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ടൂർണമെന്റിലെ പ്ലെയർ ഓഫ് ദ ഫൈനലിലെ താരം ജസ്പ്രീത് ബുംറയാണ്. പരീക്ഷയ്ക്ക് ചിലപ്പം ഇങ്ങനെ ചോദിക്കാം. 2026 ICC പുരുഷ T20 വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാം. എങ്ങനെ ചോദിക്കാം? ടൂർണമെന്റിലെ താരം സഞ്ജു വി സാംസൺ, ഫൈനലിലെ താരം ജസ്പ്രീത് ബുംറ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ പഠിച്ചു വെക്കണം. ടൂർണമെന്റിലെ താരം നമ്മുടെ സഞ്ജു വി സാംസണും ഫൈനലിലെ താരം ജസ്പ്രീത് ബുംറയുമാണ് കേട്ടോ. ജസ്പ്രീത് ബുംറയാണ്. ഈ ഒരു 2026 പുരുഷ T20 വേൾഡ് കപ്പോടെ ഇന്ത്യ 3 പുരുഷ T20 വേൾഡ് കപ്പുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. എപ്പോഴൊക്കെയാണ് ഇന്ത്യയുടെ T20 കിരീടങ്ങൾ? എപ്പോഴൊക്കെയാണ്? 2007, 2024, 2026 കേട്ടോ. 2007, 2024, 2026 തുടർച്ചയായിട്ട് ആദ്യമായിട്ട് ഒരു ടീമാണ് തുടർച്ചയായി T20 കിരീടം നേടുന്നത്. അതായത് 2024 2 വർഷം കൂടിക്കുമ്പോഴാണ് ടൂർണമെന്റ് വരുന്നത്. 2024 ശേഷം 2026 നമ്മുടെ ഇന്ത്യ തന്നെയാണ് ടൂർണമെന്റ് ജേതാക്കളായത് കേട്ടോ. അതൊന്ന് പഠിച്ചു വെക്കണം. പിന്നെ ഈ ഒരു ടൂർണമെന്റിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് T20 സെഞ്ചുറി നേടിയ ആള് ഫിൻ അലൻ ആണ് കേട്ടോ. ന്യൂസിലാൻഡ് താരമായിട്ടുള്ള ഫിൻ അലൻ ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കാം. 2026 ICC പുരുഷ T20 വേൾഡ് കപ്പിലെ ഏറ്റവും പെട്ടെന്ന്, അതായത് ഫാസ്റ്റസ്റ്റ് T20 സെഞ്ചുറി നേടിയ വ്യക്തി ആരാണ്? ഫിൻ അലൻ ആണ്. 30 പന്തിൽ നിന്നാണ് അദ്ദേഹം സെഞ്ചുറി നേടിയത്. ഇനി നമുക്ക് നോക്കാം. ഒരു T20 ലോകകപ്പ് ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന താരമാരാണ്? സഞ്ജു വി സാംസൺ ആണ്. 24 സിക്സറുകളാണ് അദ്ദേഹം നേടിയത് കേട്ടോ. പഠിച്ചു വെക്കണം. ഒരു T20 പുരുഷ ലോകകപ്പ് ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന താരം എന്ന റെക്കോർഡ് സഞ്ജു വി സാംസൺ സ്വന്തമാക്കി. 24 സിക്സറുകളാണ് അദ്ദേഹം ഈ ഒരു ടൂർണമെന്റിൽ അടിച്ചത്. അതോടൊപ്പം തന്നെ ഒരു പുരുഷ സീനിയർ ലോകകപ്പിൽ ടൂർണമെന്റ് താരമാകുന്ന ആദ്യ മലയാളിയാണ് നമ്മുടെ സഞ്ജു വി സാംസൺ കേട്ടോ. അതും പരീക്ഷയ്ക്ക് ചോദിക്കാൻ. പഠിച്ചു വെക്കണം. ഒരു പുരുഷ സീനിയർ ലോകകപ്പ് ടൂർണമെന്റിലെ താരമാകുന്ന ആദ്യ മലയാളിയാണ് സഞ്ജു വി സാംസൺ കേട്ടോ. 24 സിക്സറുകൾ അദ്ദേഹം അടിച്ചിട്ടുണ്ട്. പഠിച്ചു വെക്കണേ. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ടൂർണമെന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാം. 2025 ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് നോക്കാം. 2025 ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ ജേതാക്കള് നമ്മുടെ ഇന്ത്യയാണ്. ഇന്ത്യയുടെ പ്രഥമ കിരീടമാണ്, കന്നിക്കിരീടമാണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. 2025 ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിലെ ജേതാക്കൾ ആരാണ്? ഇന്ത്യയാണ്. നമ്മുടെ ഇന്ത്യയുടെ പ്രഥമ വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് കിരീടമാണ് 2025 സ്വന്തമാക്കിയത്. റണ്ണറപ്പ് ആരാന്ന് ചോദിച്ചാൽ പറയണം ദക്ഷിണാഫ്രിക്കയാണ് കേട്ടോ. റണ്ണറപ്പ് ആരാണ്? ദക്ഷിണാഫ്രിക്കയാണ്. പഠിച്ചു വെക്കണേ. റണ്ണറപ്പ് ദക്ഷിണാഫ്രിക്ക.
ആതിഥേയത്വം വഹിച്ച രാജ്യങ്ങൾ ഇന്ത്യയും ശ്രീലങ്കയുമാണ്. ഇവിടെ പ്ലെയർ ഓഫ് ദ ഫൈനൽ ഷഫാലി വർമ്മയാണ് കേട്ടോ. ഷഫാലി വർമ്മയാണ്, പഠിച്ചു വെക്കണം. 2025 ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിലെ പ്ലെയർ ഓഫ് ദ ഫൈനൽ അഥവാ ഫൈനലിലെ താരം ഷഫാലി വർമ്മയും അതുപോലെ തന്നെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ദീപ്തി ശർമ്മയുമാണ് കേട്ടോ. പ്ലെയർ ഓഫ് ദ ടൂർണമെന്റിലെ താരം ദീപ്തി ശർമ്മയുമാണ്. അപ്പോൾ ഫൈനലിലെ താരം ഷഫാലി വർമ്മയും ടൂർണമെന്റിലെ താരം ദീപ്തി ശർമ്മയും. ഈ ടൂർണമെന്റിൽ അത് പഠിക്കാൻ ഒരു എളുപ്പമാർഗ്ഗമുണ്ട്, ഞാൻ പറയാം. ഈ ദീപ്തി എന്ന് പറഞ്ഞൊരു വേർഡ്, ദീപ്തം എന്നൊക്കെ പറഞ്ഞ എന്താണ്, കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടല്ലേ. നമുക്കറിയാം ഒരു ടൂർണമെന്റ് മൊത്തം എന്താണ്, ഉണർന്ന് കാഴ്ചകളൊക്കെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മാത്രമേ ഒരു ടൂർണമെന്റിൽ താരമാവാൻ സാധിക്കൂ എന്ന് പഠിച്ചു വെക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കിട്ടും കേട്ടോ. ദീപ്തിയായിട്ട് എപ്പോഴും തെളിഞ്ഞിരിക്കണം, എന്താണ്, ദീപമായിട്ട് എപ്പോഴും എപ്പോഴും നമ്മൾ കാഴ്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കണം. ഒരു ടൂർണമെന്റ് മൊത്തം നമ്മൾ നിരീക്ഷിച്ചെങ്കിൽ മാത്രമേ എന്താണ് ഒരു ടൂർണമെന്റിലെ താരമാവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പഠിച്ചു വെക്കണം. പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ദീപ്തി ശർമ്മ, പ്ലെയർ ഓഫ് ദ ഫൈനൽ ഷഫാലി വർമ്മ, പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ദീപ്തി ശർമ്മയും പ്ലെയർ ഓഫ് ദ ഫൈനൽ ഷഫാലി വർമ്മയും. ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. ഇനി നമ്മുടെ ഈ 2025 ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ നമ്മുടെ ഇന്ത്യൻ ടീമിനെ നയിച്ച ക്യാപ്റ്റൻ ആരാൻ ചോദിച്ചിട്ടുണ്ട് ഈ ഇടയ്ക്ക് നടന്ന പരീക്ഷയ്ക്ക്. ആരാണ്? ഹർമൻ പ്രീത് കൗർ ആണ് കേട്ടോ. അപ്പൊ 2025 ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിലെ നമ്മുടെ ഇന്ത്യൻ ടീമിനെ നയിച്ച ക്യാപ്റ്റൻ ഹർമൻ പ്രീത് കൗർ ആണ്. ഹർമൻ പ്രീത് കൗറിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മുടെ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആദ്യ വനിതാ ബ്രാൻഡ് അംബാസിഡർ ആണ് ഹർമൻ പ്രീത് കൗർ കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം, എന്താണ്, പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആദ്യ വനിതാ ബ്രാൻഡ് അംബാസിഡർ ആണ് ഹർമൻ പ്രീത് കൗർ കേട്ടോ. ആ ഹർമൻ പ്രീത് കൗർ ആയിരുന്നു നമ്മുടെ ഇന്ത്യൻ ടീമിനെ നയിച്ച ക്യാപ്റ്റൻ. ക്ലിയർ ആണ്. അടുത്ത പോയിന്റിലോട്ട് പോവാം. ഇനി 2025 ICC ചാമ്പ്യൻസ് ട്രോഫിയാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാം. 2025 നടന്ന ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ വിജയികൾ നമ്മുടെ ഇന്ത്യയാണ്. റണ്ണറപ്പ് ന്യൂസിലൻഡ് ആണ് കേട്ടോ. റണ്ണറപ്പ് ന്യൂസിലൻഡ് ആണ്. അപ്പോൾ കണക്ട് ചെയ്ത് പഠിച്ചോണം. 2025 ICC ചാമ്പ്യൻസ് ട്രോഫിയിലെ റണ്ണറപ്പ് ന്യൂസിലൻഡ് ആണ്. 2026 പുരുഷ T20 വേൾഡ് കപ്പിലെ റണ്ണറപ്പ് ആരാണ്? ന്യൂസിലൻഡ് ആണ് കേട്ടോ. അപ്പൊ ജേതാക്കൾ ഇന്ത്യ, റണ്ണറപ്പ് ന്യൂസിലൻഡ്. ഈ 2025 ICC ചാമ്പ്യൻസ് ട്രോഫി നടന്ന വേദികൾ എവിടേക്കാണെന്ന് നോക്കാം. നടന്ന രാജ്യങ്ങൾ നമ്മുടെ UAEയും അതുപോലെ തന്നെ പാകിസ്ഥാനിലുമാണ് 2025 ICC ചാമ്പ്യൻസ് ട്രോഫി നടന്നത്. ഇനി ഫൈനൽ നടന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. പ്ലെയർ ഓഫ് ദ മാച്ച് രോഹിത് ശർമ്മയാണ് കേട്ടോ. ഫൈനലിലെ താരം രോഹിത് ശർമ്മയാണ്. 76 റൺസാണ് അദ്ദേഹം എടുത്തത്. ഇനി പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് അഥവാ ടൂർണമെന്റിലെ താരം രച്ചിൻ രവീന്ദ്രയാണ്. ന്യൂസിലൻഡ് താരമായിട്ടുള്ള രച്ചിൻ രവീന്ദ്രയാണ് ടൂർണമെന്റിലെ താരമായിട്ട് തെരഞ്ഞെടുത്തത്. ക്ലിയർ ആണ്. ഇനി അടുത്ത പോയിന്റിലോട്ട് പോവാം. മറ്റൊരു പോയിന്റിലോട്ട് പോകാം. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2025 ഫിഫ ദ ബെസ്റ്റ് അവാർഡ്സ് ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കാം. 2025 ഫിഫ ദ ബെസ്റ്റ് അവാർഡ്സിലെ മികച്ച പുരുഷ താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഉസ്മാൻ ഡെബല്ലയ്ക്കാണ് കേട്ടോ. പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. 2025 ഫിഫ ദ ബെസ്റ്റ് ഫുട്ബോളിലെ അവാർഡാണ് കേട്ടോ. നമ്മുടെ ഫുട്ബോളിൽ നിയന്ത്രിക്കുന്ന ആളാണല്ലോ ഫിഫ നാഷൻസിലെ. അപ്പം ആ ഫിഫ നൽകുന്ന മികച്ച പുരുഷ താരത്തിനുള്ള 2025 പുരസ്കാരം ലഭിച്ചത് ഉസ്മാൻ ഡെബല്ലയ്ക്കാണ്. അദ്ദേഹം ഫ്രാൻസ് സ്വദേശിയാണ് കേട്ടോ. അപ്പൊ അദ്ദേഹം ഫ്രാൻസിന്റെ കളിക്കാരനാണ് ഉസ്മാൻ ഡെബല്ലെ. ഇനി മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഐറ്റ്ന ബോൺമാറ്റിയാണ് കേട്ടോ. ഐറ്റ്ന ബോൺമാറ്റിയാണ്. ഇവര് സ്പെയിൻ സ്വദേശിനിയാണ്, സ്പെയിനിലെ താരമാണ്. തുടർച്ചയായി 3-ാം തവണയാണ് ഐറ്റ്ന ബോൺമാറ്റി ഈ ഒരു നേട്ടം സ്വന്തമാക്കുന്നത്. അപ്പോൾ പഠിച്ചു വെക്കണം. 2025 ഫിഫ ദ ബെസ്റ്റ് അവാർഡ്സിലെ മികച്ച പുരുഷ താരം ഉസ്മാൻ ഡെബല്ലെ, ഫ്രാൻസ്. മികച്ച വനിതാ താരം ഐറ്റ്ന ബോൺമാറ്റി, സ്പെയിന്. തുടർച്ചയായി 3-ാം തവണയാണ് ഐറ്റ്ന ബോൺമാറ്റിക്ക് ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം ലഭിക്കുന്നത്. ക്ലിയർ ആണ്. ഇനി അടുത്തൊരു പോയിന്റ്. പ്രഥമ ഫിഫ സമാധാന പുരസ്കാരം 2025 ലഭിച്ചത് ആർക്കാണ്? ഡൊണാൾഡ് ട്രംപിനാണ്. ട്രംപിനെ അറിയാത്തവരായിട്ട് ആരുമില്ല. US പ്രസിഡന്റ് ആണ്, അമേരിക്കൻ പ്രസിഡന്റ് ആണ് ഡൊണാൾഡ് ട്രംപ് നിലവിലെ. അപ്പൊ പ്രഥമ ഫിഫ സമാധാന പുരസ്കാരം 2025 ഡൊണാൾഡ് ട്രംപിനാണ് ലഭിച്ചത്. കാരണം എന്താണ്? 2026 ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പ് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങളിലല്ലേ. അപ്പം മെയിൻ സെന്റർ അമേരിക്കയാണ് വരുന്നത്. അപ്പം ഇദ്ദേഹത്തെ ഒന്ന് സൂചിപ്പിച്ചാലൊക്കെ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. അപ്പം അതുകൊണ്ടൊക്കെ ഉള്ളൊരു രീതിയിലായിരിക്കും ഈ അവാർഡ് കൊടുത്തതെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പം പഠിച്ചു വെക്കണം. പ്രഥമ ഫിഫ സമാധാന പുരസ്കാരം 2025 ഡൊണാൾഡ് ട്രംപ്. വാഷിംഗ്ടണിലെ കെനഡി സെന്ററിൽ നടന്ന 2026 ലോകകപ്പ് മത്സര ക്രമപ്രഖ്യാപന ചടങ്ങിലാണ് ഈ ഒരു പുരസ്കാരം കൈമാറിയത്. അറിഞ്ഞിരിക്കണേ. ഇനി നമുക്ക് നോക്കാം. ഫിഫ പ്രസിഡന്റ് ആരാണ് നിലവിലെ? ജിയാനി ഇൻഫാന്റിനോ ആണ്. ഇപ്പോൾ വേൾഡ് കപ്പ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുമല്ലേ, പരീക്ഷയ്ക്ക് ചിലപ്പം ചോദിക്കാം. ഫിഫ പ്രസിഡന്റ് ആരാണ്? ജിയാനി ഇൻഫാന്റിനോ. ഇനി അടുത്തത് 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിൽ നിന്ന് ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം.
അപ്പോൾ പഠിച്ചു നോക്കണം. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിൽ നിന്ന് നമുക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാം. എന്തൊക്കെയാണെന്ന് നോക്കാം. ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ അമേരിക്ക, കാനഡ, മെക്സിക്കോയാണ്. USA, കാനഡ, മെക്സിക്കോയാണ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ. ചരിത്രത്തിൽ ആദ്യമായാണ് 3 രാജ്യങ്ങൾ സംയുക്തമായി ഒരു ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പഠിച്ചു വെക്കണം. ചരിത്രത്തിൽ ആദ്യമായാണ് 3 രാജ്യങ്ങൾ സംയുക്തമായി ഒരു ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. ഇനി 3 മസ്കോട്ടുകളെയാണ് ഫിഫ അവതരിപ്പിച്ചിരിക്കുന്നത്. മസ്കോട്ടുകൾ എന്ന് പറഞ്ഞാൽ ഭാഗ്യചിഹ്നങ്ങളാണ് 2026. ആ ഭാഗ്യചിഹ്നങ്ങളാണ് നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്നത്. മാപ്പിള്, സായു, ക്ലച്ച്. നോക്കാം, 3 രാജ്യങ്ങളല്ലേ, അപ്പൊ 3 രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന 3 ഭാഗ്യചിഹ്നങ്ങളാണ്. നോക്കാം. ഫസ്റ്റ് മേപ്പിൾ കാനഡയെ പ്രതിനിധീകരിക്കുന്ന ഭാഗ്യചിഹ്നമാണ്. നോക്കാം. കാനഡയുടെ ദേശീയ പ്രതീകമായ മേപ്പിൾ ഇലയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച ചുവന്ന നിറത്തിലുള്ള മ്യൂസ് ആണ് ഇത് കേട്ടോ. മ്യൂസ് ഇതൊരു ഗോൾ കീപ്പറാണ് കേട്ടോ. മേപ്പിൾ ഒരു ഗോൾ കീപ്പറാണ് കേട്ടോ. ഇനി അടുത്തത് സായു മെക്സിക്കോയെയാണ് പ്രതിനിധീകരിക്കുന്നത്. മെക്സിക്കൻ സംസ്കാരത്തിലെ കരുത്തിനെ പ്രതിനിധീകരിക്കുന്ന പച്ച നിറത്തിലുള്ള ജാഗ്വാർ ആണ് സായു. ഇതൊരു ഫോർവേഡ് കളിക്കാരനാണ് കേട്ടോ. സായു ഫോർവേഡ് കളിക്കാരനെയാണ് വിൽക്കുന്നത്. ഇനി ക്ലച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ, അമേരിക്കയാണ് പ്രതിനിധീകരിക്കുന്നത്. അമേരിക്കയുടെ ദേശീയ പക്ഷിയായ ബാൾഡ് ഈഗിളാണ് ഭാഗ്യചിഹ്നം. ബാൾഡ് ഈഗിളാണ്. ഇനി നീല യൂണിഫോം ധരിച്ച ഈ ഒരു മസ്കോട്ട് ഒരു മിഡ്ഫീൽഡർ ആണ് കേട്ടോ. മിഡ്ഫീൽഡർ. അപ്പൊ ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി. മേപ്പിള് കാനഡയെ പ്രതിനിധീകരിക്കുന്നത്, സായു മെക്സിക്കോയും, ക്ലച്ച് അമേരിക്കയും പ്രതിനിധീകരിക്കുന്നതാണ്. ഇത്രയും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അറിഞ്ഞിരുന്നാൽ മതി. ഇനി 2026 ഫിഫ ലോകകപ്പിന്റെ ഔദ്യോഗിക പന്തിന്റെ പേരെന്താന്ന് പരീക്ഷയ്ക്ക് വയ്ക്കാം. ട്രയോണ്ടയാണ് കേട്ടോ. ട്രയോണ്ട. അപ്പൊ പഠിച്ചു വെക്കണം. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിലെ ഔദ്യോഗിക പന്തിന്റെ പേരെന്താണ്? ട്രയോണ്ടയാണ്. ഇനി ഇപ്പൊ നടക്കുന്ന ഫുട്ബോൾ ലോകകപ്പിന്റെ മുദ്രാവാക്യം, സ്ലോഗൻ എന്താണ്? VR26 ആണ്. 2027 VR26 എന്നതാണ് ഈ ലോകകപ്പിന്റെ ഔദ്യോഗിക മുദ്രാവാക്യം. ഇനി പുതിയ യോഗ്യത നേടിയവരാരൊക്കെയാണ്? നമുക്കറിയാം ഈ ഒരു ടൂർണമെന്റിൽ കഴിഞ്ഞ വട്ടം 32 ടീമുകളാണെങ്കിൽ ഈ വട്ടം 48 ടീമുകളാണ്. അപ്പോൾ പുതിയതായിട്ട് യോഗ്യത നേടിയ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. കേപ്പ് വെർദെ, കുറാസാവോ, ജോർദാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ ഇതാദ്യമായാണ് ലോകകപ്പിന് യോഗ്യത നേടിയത് കേട്ടോ. അപ്പൊ കേപ്പ് വെർദെ, കുറാസാവോ, ജോർദാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ ആദ്യമായാണ് ലോകകപ്പിന് യോഗ്യത നേടിയത്. ഇനി ഈ ലോകകപ്പിൽ മത്സരിക്കുന്ന ടീമുകളുടെ എണ്ണം 48 ടീമുകളാണ് മത്സരിക്കുന്നത്. ഉദ്ഘാടന മത്സരം 2026 ജൂൺ 11 കേട്ടോ. അതെന്ന് പറഞ്ഞിരുന്നില്ലെങ്കിലും എത്ര ടീമുകളാണ് മത്സരിക്കുന്നതെന്നൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. 48 ടീമുകൾ. 48 ടീമുകളായതോടെ ആകെ മത്സരങ്ങളുടെ എണ്ണം 104 വർദ്ധിപ്പിച്ചു. ഇത്ര അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ, ലോകകപ്പുമായിട്ട് ബന്ധപ്പെട്ട്. ക്ലിയർ ആണേ? ഇനി നമുക്ക് അടുത്തൊരു പോയിന്റിലോട്ട് പോവാം. അടുത്തത് 12ാമത് ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2025 കേട്ടോ. 12ാമത് ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2025 നോക്കാം. 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് ന്യൂഡൽഹിയാണ് കേട്ടോ. ന്യൂഡൽഹിയാണ് ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2025 വേദി ന്യൂഡൽഹി. ഭാഗ്യചിഹ്നം വീരാജാണ് കേട്ടോ. വീരാജാണ് ഭാഗ്യചിഹ്നമായിട്ട് വരുന്നത്. വീരാജാണ്. ഇനി 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ സ്പോൺസർ ആരായിരുന്നു? ഇന്ത്യൻ ഓയിൽ ആയിരുന്നു. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഇനി 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ബ്രാൻഡ് അംബാസഡർ കങ്കണ റണാവത്ത് ആയിരുന്നു. മെഡൽ പട്ടികയിൽ ബ്രസീലാണ് ഒന്നാമത് വന്നത്. അപ്പൊ അതൊന്നും അറിഞ്ഞിരിക്കണം. 12ാമത് ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2025 മെഡൽ പട്ടികയിൽ 1ാം സ്ഥാനത്തെത്തിയ രാജ്യം ബ്രസീലാണ്. ഇന്ത്യയുടെ സ്ഥാനം 10ാം സ്ഥാനമാണ്. 1ാം സ്ഥാനം ബ്രസീലും 10ാം സ്ഥാനമാണ് നമ്മുടെ ഇന്ത്യ കേട്ടോ. ഇന്ത്യ 6 സ്വർണ്ണ മെഡലുകളും 9 വെള്ളി മെഡലുകളും 7 വെങ്കല മെഡലുകളും ഉൾപ്പെടെ ആകെ 22 മെഡലുകളാണ് നേടിയത്. ഇനി പുരുഷന്മാരുടെ ജാവലിൻ ത്രോ F46 ഇനത്തിൽ സ്വർണം നേടിയത് റിങ്കു ഹൂഡയാണ് കേട്ടോ. 66.37 മീറ്റർ. അപ്പൊ അതറിഞ്ഞിരിക്കണം. ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2025 പുരുഷന്മാരുടെ ജാവലിൻ ത്രോ F46 ഇനത്തിൽ സ്വർണം നേടിയ താരമാരാണ്? റിങ്കു ഹൂഡയാണ് കേട്ടോ. റിങ്കു ഹൂഡ. ഇനി പുരുഷ വിഭാഗം ഹൈജമ്പ് T63 ഇനത്തിൽ സ്വർണം നേടിയത് ശൈലേഷ് കുമാർ ആണ് കേട്ടോ. ശൈലേഷ് കുമാർ. 3 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലായി 3 സ്വർണ്ണ മെഡലുകൾ നേടിയ ആദ്യ ഇന്ത്യൻ താരം സുമിത് ആൻഡിലാണ് കേട്ടോ. ജാവലിൻ ത്രോ F64 ആണ് കായിക ഇനം. അപ്പൊ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ, ഇദ്ദേഹത്തെ കുറിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. പഠിച്ചു വെക്കണം. 3 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലായി 3 സ്വർണ്ണ മെഡലുകൾ നേടിയ ആദ്യ ഇന്ത്യൻ താരമാരാണ്? സുമിത് ആൻഡിലാണ്. സുമിത് ആൻഡിലാണ്. ഇദ്ദേഹം ജാവലിൻ ത്രോ താരമാണ്. ജാവലിൻ ത്രോ F64 താരമാണ് കേട്ടോ. അത് അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് ടെന്നീസിലെ ഗ്രാൻഡ് സ്ലാം കിരീടം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് പഠിച്ചു പോകണം.
2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ചാമ്പ്യൻഷിപ്പിലെ പുരുഷ സിംഗിൾസ് കിരീടം യാനിക് സിന്നറാണ് ലഭിച്ചത് കേട്ടോ. വനിതാ സിംഗിൾസ് കിരീടം മാഡിസൺ കീസും. അറിഞ്ഞിരിക്കണേ, 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ചാമ്പ്യൻഷിപ്പിലെ പുരുഷ സിംഗിൾസ് കിരീടമാർക്കാണ് യാനിക് സിന്നറിനും വനിതാ സിംഗിൾസ് കിരീടം മാഡിസൺ കീസിനുമാണ്. ഇനി 2025 ഫ്രഞ്ച് ഓപ്പൺ ചാമ്പ്യൻഷിപ്പിലെ പുരുഷ സിംഗിൾസ് കിരീടം കാർലോസ് അൽക്കാരസിനും വനിതാ സിംഗിൾസ് കിരീടം കോക്കോ ഗൌഫിനുമാണ് കേട്ടോ. കാർലോസ് അൽക്കാരസും കോക്കോ ഗൌഫും. അപ്പം ഇവർക്ക് ഒന്നടവിട്ടാണ് 2025 ചാമ്പ്യൻഷിപ്പുകൾ ലഭിച്ചത്, ഗ്രാൻഡ് സ്ലാം കിരീടം ലഭിച്ചത്. അപ്പൊ ഫ്രഞ്ച് ഓപ്പൺ കഴിഞ്ഞ് അടുത്തത് വരുന്നത് 2025 വിംബിൾഡൺ ചാമ്പ്യൻഷിപ്പാണ്. അപ്പൊ യാനിക് സിന്നർ പിന്നെ എന്താണ് ഗ്രാൻഡ് സ്ലാം കിരീടം നേടി. അതായത് 2025 വിംബിൾഡൺ ചാമ്പ്യൻഷിപ്പിലെ പുരുഷ സിംഗിൾസ് കിരീടം യാനിക് സിന്നറിനും വനിതാ സിംഗിൾസ് കിരീടം ഇഗ സിയാടെക്കിനുമാണ് ലഭിച്ചത്. ഇനി 2025 അവസാനം നടക്കുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത ഉള്ളതുമായിട്ടുള്ള US ഓപ്പൺ ചാമ്പ്യൻഷിപ്പ്. US ഓപ്പൺ ചാമ്പ്യൻഷിപ്പിലെ പുരുഷ സിംഗിൾസ് കിരീടം കാർലോസ് അൽക്കാരസിനാണ് കേട്ടോ. കാർലോസ് അൽക്കാരസിനും വനിതാ സിംഗിൾസ് കിരീടം അരീന സബലങ്കിക്കുമാണ് കേട്ടോ. ബെലാറസുകാരിയാണ്. അപ്പൊ പഠിച്ചു നോക്കണം, 2025 US ഓപ്പൺ ചാമ്പ്യൻഷിപ്പിലെ പുരുഷ സിംഗിൾസ് കിരീടം കാർലോസ് അൽക്കാരസും വനിതാ സിംഗിൾസ് കിരീടം അരീന സബലങ്കിക്കുമാണ്. ഇനി ഈ വർഷം നടന്ന ഗ്രാൻഡ് സ്ലാം കിരീടമായിട്ടുള്ള 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ ചാമ്പ്യൻഷിപ്പിലെ പുരുഷ സിംഗിൾസ് കിരീടം കാർലോസ് അൽക്കാരസ് കേട്ടോ. അപ്പൊ കാർലോസ് അൽക്കാരസ് ഈ വർഷത്തേത് തുടക്കം കുറിച്ചിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം തുടക്കം കുറിച്ചത് യാനിക് സിന്നർ ആണെങ്കിൽ ഈ വട്ടം കാർലോസ് അൽക്കാരസ് ആണ് ഓസ്ട്രേലിയൻ ഓപ്പണിൽ തുടക്കം കുറിച്ചത്. അപ്പോൾ വനിതാ സിംഗിൾസ് കിരീടം എലീന റൈബാക്കിനെയാണ് കേട്ടോ. എലീന റൈബാക്കിനെയാണ്. ഇവര് കിരീടം നേടുന്ന ആദ്യ കസാഖിസ്ഥാൻ താരമായി. അപ്പോൾ പഠിച്ചു വെക്കണം, ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ആദ്യ കസാഖിസ്ഥാൻ താരമായിട്ട് മാറിയ താരമാരാണ്? എലീന റൈബാക്കിനെയാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ ചാമ്പ്യൻഷിപ്പിലെ പുരുഷ സിംഗിൾസ് കിരീടം കാർലോസ് അൽക്കാരസും വനിതാ സിംഗിൾസ് കിരീടം എലീന റൈബാക്കിനയുടെ പ്രത്യേകത എന്താണ്? ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ആദ്യ കസാഖിസ്ഥാൻ താരമാണ് എലീന റൈബാക്കിന. ക്ലിയർ ആണേ? അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ പരമോന്നത കായിക പുരസ്കാരമായിട്ടുള്ള മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചവർ ആരൊക്കെയാണ് 2025? മനു ഫാക്കർ ഷൂട്ടിംഗ്, ഹർമൻപ്രീത് സിംഗ് ഹോക്കി, ഡി ഗുഗേഷ് ലോക ചെസ് ചാമ്പ്യൻ, പ്രവീൺ കുമാർ പാരാ അത്ലറ്റ്. പഠിച്ചു വെക്കണം, ഇന്ത്യയിലെ പരമോന്നത കായിക പുരസ്കാരമായിട്ടുള്ള മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം 2025 ലഭിച്ചത് ആർക്കൊക്കെയാണ്? മനു ഫാക്കർ ഷൂട്ടിംഗ്, ഹർമൻപ്രീത് സിംഗ് ഹോക്കി, ഡി ഗുഗേഷ് ലോക ചെസ് ചാമ്പ്യൻ, പ്രവീൺ കുമാർ പാരാ അത്ലറ്റിക്. ക്ലിയർ ആണ്? അടുത്ത പോയിന്റ്, ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ അത്ലറ്റിക്സ് കമ്മീഷന്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് PV സിന്ധു ആണ് കേട്ടോ. പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ എന്താണ് ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ അത്ലറ്റിക്സ് കമ്മീഷന്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് PV സിന്ധു ആണ്. രഞ്ജി ട്രോഫി 2026 ജേതാക്കളാരാണ്? ജമ്മു കാശ്മീരാണ് കേട്ടോ. ജമ്മു ആൻഡ് കാശ്മീരാണ്. അപ്പൊ ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഫസ്റ്റ് ആണ്, ആദ്യ പ്രഥമ കന്നി കിരീടമാണ്. അത് പ്രഥമ രഞ്ജി ട്രോഫി കിരീടമാണ്. അപ്പൊ പഠിച്ചു നോക്കണം, രഞ്ജി ട്രോഫി 2026 ജേതാക്കൾ ജമ്മു കാശ്മീരാണ്. ജമ്മു കാശ്മീരിന്റെ ആദ്യ രഞ്ജി ട്രോഫി കിരീടമാണ്. ക്ലിയർ ആണ്? അടുത്ത പോയിന്റിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടെലഗ്രാമിലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബാച്ച് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:00 വരെയാണ്. 1 hour ലൈവ് സെക്ഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈവ് പ്ലസ് റെക്കോർഡഡ് സെക്ഷൻ ക്ലാസ് ആണ്. ലൈവിന് ശേഷം നമ്മൾ റെക്കോർഡഡ് സെക്ഷൻ ക്ലാസ്സസ് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ടെലഗ്രാം ബാൻ ചെയ്തേക്കുവാണ്. ഇപ്പോൾ നമുക്ക് ക്ലാസ്സുകളെല്ലാം വാട്സാപ്പിൽ ത്രൂ ആണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ടെലഗ്രാമിൽ ഇല്ലെങ്കിലും അതിന് ഇല്ലെങ്കിൽ ഇനി ടെലഗ്രാം വന്നില്ലെങ്കിൽ നമ്മൾ അതിന് ബദലായിട്ടുള്ളൊരു മാർഗത്തിൽ ക്ലാസ്സുകൾ എടുക്കുന്നതാണ്. അപ്പോൾ ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സസ്, PDF നോട്ട്സ്, നമ്മൾ എടുക്കുന്ന എല്ലാ കറണ്ട് അഫയേഴ്സിൻ്റെയും PDF നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നതാണ്. ക്വാളിറ്റി PDF മെറ്റീരിയൽസ്, വീക്കിലി മോക്ക് ടെസ്റ്റുകൾ, പിന്നെ റിവിഷൻ ഓറിയന്റഡ് ക്ലാസ്സസ് ആയിരിക്കും. എല്ലാം ടോപ്പിക് വൈസ് ആയിട്ടായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത്. അതോടൊപ്പം തന്നെ മന്ത്ലി കറണ്ട് അഫയേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും, അതായത് ഇനി വരുന്ന VFA വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വരെയുള്ള പരീക്ഷകൾ വരെയായിരിക്കും ഈ ഒരു ബാച്ചിന്റെ ഡ്യൂറേഷൻ വരുന്നത്. 10-20 മാർക്കുമാണ് ഇനി വരുന്ന പരീക്ഷകളിൽ കറണ്ട് അഫയേഴ്സ് പാർട്ടിൽ നിന്ന് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു മാർക്ക് ക്രാക്ക് ചെയ്യാൻ നമ്മുടെ ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദം ആകുന്നതാണ്. ഇപ്പോൾ തന്നെ 100-ലധികം കൂട്ടുകാർ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്കും ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ 81 299 339 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. വിളിക്കല്ലേ, വാട്സപ്പ് ചെയ്താൽ മതി. 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം ആക്സസ് ചെയ്യാൻ ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പം
ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. കറണ്ട് അഫയേഴ്സ് ഞാൻ പക്കയാക്കി തരുന്നതാണ് കേട്ടോ. അടുത്ത പോയിന്റിലോട്ട്. അടുത്ത പോയിന്റ്, 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ദിവ്യ ദേശ്മുഖ് ആണ് കേട്ടോ. പഠിച്ചു വെക്കണം. 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ദിവ്യ ദേശ്മുഖ് ആണ്. ദിവ്യ ദേശ്മുഖ്. 2026 തോമസ് കപ്പ് ലോക പുരുഷ ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ ജേതാക്കള് ചൈനയാണ് കേട്ടോ. ഇന്ത്യക്ക് വെങ്കലമാണ്, 3ാം സ്ഥാനമാണ്, വെങ്കലമാണ് ലഭിച്ചത്. പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാം. 2026 തോമസ് കപ്പ് ലോക പുരുഷ ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ ജേതാക്കൾ ആരാണ്? ചൈനയാണ്. ഇന്ത്യക്ക് വെങ്കല മെഡലാണ് ലഭിച്ചത്. അടുത്ത പോയിന്റ്, 2026 യൂബർ കപ്പ് ലോക വനിതാ ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ ജേതാക്കൾ ദക്ഷിണ കൊറിയയാണ് കേട്ടോ. പഠിച്ചു വെക്കണം. 2026 യൂബർ കപ്പ് തോമസ് കപ്പ് പുരുഷ ടീം ബാഡ്മിന്റൺ ആണെങ്കിൽ യൂബർ കപ്പ് വനിതാ ടീം ബാഡ്മിന്റൺ ആണ് കേട്ടോ. അപ്പൊ 2026 യൂബർ കപ്പ് ലോക വനിതാ ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ ജേതാക്കൾ ദക്ഷിണ കൊറിയയാണ്, സൗത്ത് കൊറിയയാണ്. 2025-26 സീസൺ ഇംഗ്ലീഷ് വനിതാ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീട ജേതാക്കൾ മാഞ്ചസ്റ്റർ സിറ്റിയാണ്. 2026 കോമൺവെൽത്ത് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിന് ഡൽഹി വേദിയാവും കേട്ടോ. അപ്പൊ 2026 കോമൺവെൽത്ത് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഡൽഹിയാണ്. 2028 വേൾഡ് ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന ഇന്ത്യയിലെ നഗരം കല്ലിംഗ ഇൻഡോർ സ്റ്റേഡിയം ഭുവനേശ്വർ. കഴിഞ്ഞ നടന്ന ഡിഗ്രി പ്രിലിംസ് പരീക്ഷയ്ക്ക് 1 മാർക്ക് ചോദിച്ച ചോദ്യമാണ്, റിപ്പീറ്റ് ചെയ്യാം, പഠിച്ചു വെക്കണം. 2028 വേൾഡ് ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന ഇന്ത്യയിലെ നഗരം കല്ലിംഗ ഇൻഡോർ സ്റ്റേഡിയം ഭുവനേശ്വർ ആണ്. അപ്പോൾ ഭുവനേശ്വർ എന്ന് പറയുന്ന എന്താണ്, ഇന്ത്യയുടെ കായിക തലസ്ഥാനമാണ് ഭുവനേശ്വർ. ഒഡീഷയിലെ ഭുവനേശ്വർ ആണ് നമ്മുടെ ഇന്ത്യയുടെ കായിക തലസ്ഥാനം, അറിഞ്ഞിരിക്കണേ. ഇനി അടുത്ത പോയിന്റ്, BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ 2025 പുരസ്കാരം സ്മൃതി മന്ദാനയ്ക്കാണ് ലഭിച്ചത്. അപ്പൊ BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ 2025 പുരസ്കാരം സ്മൃതി മന്ദാന. വുമൺസ് പ്രീമിയർ ലീഗ് 2026 ജേതാക്കൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ് കേട്ടോ. അപ്പോൾ വുമൺസ് പ്രീമിയർ ലീഗ് 2026 ജേതാക്കൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ്. മെൻസും ബാംഗ്ലൂരിനാണ് കേട്ടോ. അതായത് IPL ആണ്. IPL 2026 ജേതാക്കളും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ്. ഇനി അടുത്ത പോയിന്റ്, വുമൺസ് കബഡി വേൾഡ് കപ്പ് 2025 ജേതാക്കൾ നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. ഇപ്പൊ പഠിച്ചു വെക്കണം, വുമൺസ് വനിതകളുടെ കബഡി വേൾഡ് കപ്പ് 2025 ജേതാക്കൾ ഇന്ത്യയാണ്. ബംഗ്ലാദേശിലെ ധാക്കയിൽ വെച്ചാണ് ഈ ഒരു ടൂർണമെന്റ് നടന്നത്. ജേതാക്കൾ നമ്മുടെ ഇന്ത്യ. ബ്ലൈൻഡ് വുമൻസ് 2020 വേൾഡ് കപ്പ് 2025 ജേതാക്കൾ ഇന്ത്യയാണ് കേട്ടോ. അപ്പോൾ കണ്ണ് കാണാത്തവരാണ്. ബ്ലൈൻഡ് വുമൻസ് 2020 വേൾഡ് കപ്പ് 2025 ജേതാക്കൾ ഇന്ത്യ. വിന്റർ ഒളിമ്പിക്സ് 2026 ജേതാക്കൾ നോർവേ ആണ് കേട്ടോ. വിന്റർ ഒളിമ്പിക്സ് 2026 ജേതാക്കൾ നോർവേ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് 1 മാർക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പൊ വിന്റർ ഒളിമ്പിക്സ് 2026 ജേതാക്കൾ ആരാണ്? നോർവേ ആണ്. 79ാമത് 2025-26 സന്തോഷ് ട്രോഫി ചാമ്പ്യന്മാര് സർവീസസ് ആണ് കേട്ടോ. അപ്പൊ 79ാമത് 2025-26 സീസണിലെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിലെ ജേതാക്കളാരാണ്? സർവീസസ് ആണ്. റണ്ണേഴ്സ് അപ്പ് കേരളമാണ്. ICC അണ്ടർ 19 മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ചാമ്പ്യന്മാര് നമ്മുടെ ഇന്ത്യയാണ്. അടുത്ത പോയിന്റ് നോക്കാം. പ്രൊഫഷണൽ ബാഡ്മിന്റണിൽ 500 വിജയങ്ങൾ എന്ന നാഴികക്കല്ല് പിന്നിടുന്ന ആദ്യ ഇന്ത്യൻ വനിത PV സിന്ധു ആണ് കേട്ടോ. പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. പ്രൊഫഷണൽ ബാഡ്മിന്റണിൽ 500 വിജയങ്ങൾ എന്ന നാഴികക്കല്ല് പിന്നിടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? PV സിന്ധു ആണ്. PV സിന്ധു. വാരണാസിയിൽ നടന്ന ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള വനിതകൾക്ക് കിരീടം. പഠിച്ചു വെക്കണേ, വാരണാസിയിൽ നടന്ന ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള വനിതകൾക്ക് കിരീടം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 28,000 റൺസ് നേടുന്ന താരമാരാണ്? നമ്മുടെ വിരാട് കോഹ്ലിയാണ് കേട്ടോ. പഠിച്ചു വെക്കണേ, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 28,000 റൺസ് നേടുന്ന ആദ്യ താരം ആരാണ്? വിരാട് കോഹ്ലിയാണ് കേട്ടോ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന 2ാമത്തെ താരമായിട്ടും കോഹ്ലി മാറി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയതിന്റെ റെക്കോർഡ് കരസ്ഥമാക്കിയത് രോഹിത് ശർമ്മയാണ്. 650 സിക്സറുകളാണ് രോഹിത് ശർമ്മ കരസ്ഥമാക്കിയത്. ഇനി അടുത്ത പോയിന്റ്, ടാറ്റ സ്റ്റീൽ റാപ്പിഡ് ചെസ് കിരീടം നിഹാൽ സരിനാണ് ലഭിച്ചത് കേട്ടോ. അപ്പൊ 2026 ടാറ്റ സ്റ്റീൽ റാപ്പിഡ് ചെസ് കിരീടം ആർക്കാണ്? നിഹാൽ സരിനാണ്. അടുത്ത പോയിന്റ്,
ചരിത്രത്തിൽ ആദ്യമായി ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് ഫൈനലിൽ ഏറ്റുമുട്ടുന്ന 2 ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണ്? കൊനേരു ഹംപിയും ദിവ്യ ദേശ്മുഖുമാണ്. അപ്പൊ ചരിത്രത്തിൽ ആദ്യമായി ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് ഫൈനലിൽ ഏറ്റുമുട്ടുന്ന 2 ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണ്? കൊനേരു ഹംപിയും പിന്നെ ആരാണ്? ദിവ്യ ദേശ്മുഖുമാണ്. ക്ലിയർ ആണ്? അതുപോലെ തന്നെ ആ ഒരു ടൂർണമെന്റിന്റെ വിജയി, അതായത് 2025 വനിതാ ചെസ് ലോകകപ്പ് ചാമ്പ്യൻ ആയത് ദിവ്യ ദേശ്മുഖാണ്. 2025 അമേരിക്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം പുരസ്കാരം ലഭിച്ച ഫുട്ബോൾ താരം ലയണൽ മെസ്സിയാണ് കേട്ടോ. ലയണൽ മെസ്സിയാണ്. പഠിച്ചു നോക്കണേ. 2025 അമേരിക്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം പുരസ്കാരം ലഭിച്ച ഫുട്ബോൾ താരം ലയണൽ മെസ്സിയാണ്. ആദ്യത്തെ ഒളിമ്പിക് ഇ സ്പോർട്സ് ഗെയിംസ് 2025 വേദിയായത് സൗദി അറേബ്യയാണ് കേട്ടോ. ഒളിമ്പിക് ഇ സ്പോർട്സിന്റെ വേദി എവിടെയായിരുന്നു? സൗദി അറേബ്യയാണ്. ആദ്യത്തെ ചെസ് ഇ സ്പോർട്സ് ലോകകപ്പ് 2025 വേദിയായത് റിയാദ്, സൗദി അറേബ്യയാണ്. ആദ്യത്തെ കോമൺവെൽത്ത് ഗോഗോ ചാമ്പ്യൻഷിപ്പ് 2026 വേദി നമ്മുടെ ഇന്ത്യയാണ്. അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത പോയിന്റ് നോക്കാം. 2000 ഇത് നമ്മൾ പറഞ്ഞാണ്. രഞ്ജി ട്രോഫി ജേതാക്കൾ ജമ്മു കാശ്മീരാണ്. ഇത് നമ്മൾ പറഞ്ഞാണ്. ഇനി അടുത്ത പോയിന്റ്, 2027 ഫിഫ വനിതാ ലോകകപ്പിന്റെ വേദി എവിടെയാണ്? ബ്രസീലാണ്. ഇപ്പൊ ഫുട്ബോൾ നടക്കുന്നതുകൊണ്ട് ഇത് വനിതകളുടേതും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ പഠിച്ചു നോക്കണം. 2027 ഫിഫ വനിതാ ഫുട്ബോൾ ലോകകപ്പിന്റെ വേദി ബ്രസീലാണ്. 2031 ഫിഫ വനിതാ ലോകകപ്പിന്റെ വേദി USA, കോസ്റ്റാറിക്ക, ജമൈക്ക, മെക്സിക്കോയാണ് കേട്ടോ. ചോദിക്കാൻ സാധ്യത 2027 ഫിഫ വനിതാ ലോകകപ്പിന്റെ വേദി ബ്രസീലായിരിക്കും ചോദിക്കാൻ സാധ്യത. അടുത്ത പോയിന്റ്, 20ാമത് ഏഷ്യൻ ഗെയിംസ് 2026 വേദി നഗോയ, ജപ്പാനാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. 20ാമത് ഏഷ്യൻ ഗെയിംസ് 2026 വേദി നഗോയ, ജപ്പാനാണ്. 21ാമത് ഏഷ്യൻ ഗെയിംസ് 2030 വേദി ദോഹ, ഖത്തറാണ്. 22ാമത് ഏഷ്യൻ ഗെയിംസ് 2034 വേദി റിയാദ്, സൗദി അറേബ്യയാണ്. ക്ലിയർ ആണ്? അടുത്ത പോയിന്റ്, 34ാമത് സമ്മർ ഒളിമ്പിക്സ് 2028 വേദി ലോസ് ഏഞ്ചൽസ് ആണ് കേട്ടോ. USA ലോസ് ഏഞ്ചൽസ് ആണ്. അപ്പോൾ 34ാമത് സമ്മർ ഒളിമ്പിക്സ് 2028 വേദി എവിടെയാണ്? ലോസ് ഏഞ്ചൽസ്, അമേരിക്കയാണ്. അടുത്ത പോയിന്റ്, 35ാമത് സമ്മർ ഒളിമ്പിക്സ് 2032 വേദി ബ്രിസ്ബെയിൻ, ഓസ്ട്രേലിയയാണ് കേട്ടോ. 35ാമത് സമ്മർ ഒളിമ്പിക്സ് 2032 വേദി ബ്രിസ്ബെയിൻ, ഓസ്ട്രേലിയയാണ്. 25ാമത് ശൈത്യകാല അഥവാ വിന്റർ ഒളിമ്പിക്സ് 2026 വേദി മിലനാഞ്ച് കോർട്ടിന, ഇറ്റലിയാണ് കേട്ടോ. പഠിച്ചു നോക്കണേ. 25ാമത് ശൈത്യകാല ഒളിമ്പിക്സ് അഥവാ വിന്റർ ഒളിമ്പിക്സ് 2026 വേദി മിലനാഞ്ച് കോർട്ടിന, ഇറ്റലിയാണ്. 4ാമത് യൂത്ത് സമ്മർ ഒളിമ്പിക്സ് 2026 വേദി ഡക്കാർ, സെനഗലാണ്. 23ാമത് കോമൺവെൽത്ത് ഗെയിംസ് 2026 വേദി ഗ്ലാസ്കോ, സ്കോട്ട്ലൻഡ് ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കാമേ. 23ാമത് കോമൺവെൽത്ത് ഗെയിംസ് 2026 വേദി ഗ്ലാസ്കോ, സ്കോട്ട്ലൻഡ് ആണ്. 24ാമത് കോമൺവെൽത്ത് ഗെയിംസ് 2030 വേദി അഹമ്മദാബാദ്, ഇന്ത്യ. പരീക്ഷയ്ക്ക് ചോദിക്കാൻ നമ്മുടെ ഇന്ത്യ വെച്ച് നടക്കുന്നുണ്ട്, ചോദിക്കാൻ സാധ്യതയുണ്ട്. പഠിച്ചു നോക്കണം. 24ാമത് കോമൺവെൽത്ത് ഗെയിംസ് 2030 വേദി അഹമ്മദാബാദ്, ഇന്ത്യ. ക്ലിയർ ആണ്? അടുത്ത പോയിന്റിലോട്ട് പോവാം. അടുത്തത് ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ്സ് 2025 ആണ്. ഫുട്ബോളിൽ നൽകുന്നതാണ്. അതിൽ സ്പോർട്സ് മാൻ ഓഫ് ദ ഇയർ അതായത് മികച്ച പുരുഷ താരം അർമാൻഡ് ഡുപ്ലാന്റിസ് ആണ്. ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ്സ് ഫുട്ബോളിന് മാത്രമല്ല എല്ലാ സ്പോർട്സിനും നൽകുന്ന ഒരു അവാർഡാണ് കേട്ടോ. അപ്പൊ ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ്സ് 2025 മികച്ച പുരുഷ താരം അർമാൻഡ് ഡുപ്ലാന്റിസ് ആണ് കേട്ടോ. അർമാൻഡ് ഡുപ്ലാന്റിസ് ആണ്. ഇദ്ദേഹം പോൾ വാർട്ട് താരമാണ്, സ്വീഡൻ സ്വദേശിയുമാണ് കേട്ടോ. ഇനി സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ അതായത് മികച്ച വനിതാ താരം സിമോൺ ബെയിൽസ് ആണ് കേട്ടോ. സിമോൺ ബെയിൽസ് ആണ്, ജിംനാസ്റ്റിക് ആണ്, അമേരിക്ക സ്വദേശിയാണ് കേട്ടോ. അതുപോലെ തന്നെ ടീം ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തത് റിയൽ മാഡ്രിഡ് ആണ്. ഫുട്ബോൾ ടീമായിട്ടുള്ള റിയൽ മാഡ്രിഡ് ആണ്. അപ്പോൾ പഠിച്ചു വെക്കണം. എന്താണ് ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ്സ് 2025 മികച്ച പുരുഷ താരം അർമാൻഡ് ഡുപ്ലാന്റിസ്, പോൾ വാർട്ട് താരമാണ്, സ്വീഡനാണ്. ഇനി മികച്ച വനിതാ താരം സിമോൺ ബെയിൽസ്, ജിംനാസ്റ്റിക്, അമേരിക്ക. ഇനി ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ്സ് 2025 മികച്ച ടീമായിട്ട് തിരഞ്ഞെടുത്തത് റയൽ മാഡ്രിഡ് ആണ്. ഫുട്ബോൾ ടീമായിട്ടുള്ള റയൽ മാഡ്രിഡ് ആണ് കേട്ടോ. ഞാൻ റിയൽ മാഡ്രിഡ് എന്ന് പറഞ്ഞപ്പം നേരത്തെ ഒരാൾ പറഞ്ഞു റിയൽ അല്ല, റയൽ മാഡ്രിഡ് എന്നാണ് ഇത് പറയുന്നത് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. ഇനി അടുത്തത് ബാലൻ ഡി ഓർ പുരസ്കാരം 2025. ഇത് പഠിക്കാൻ എളുപ്പമാണ്. നമ്മുടെ ഫിഫ പുരസ്കാരമില്ലേ, അതേ സെയിം ആൾക്കാർക്ക് തന്നെയാണ് ലഭിച്ചത്. അത് മികച്ച പുരുഷ താരം ഉസ്മാൻ ഡെവലെ, ഫ്രാൻസ്. മികച്ച വനിതാ താരം ഐറ്റ്ന ബോൺമാറ്റി, സ്പെയിൻ. ഇത് തന്നെയല്ലേ ഫിഫയിലെ പുരസ്കാരവും 2025 സെയിം തന്നെയാണ്. ഇനി അടുത്ത പോയിന്റ്,
പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് 2026 ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കുവേ, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് 2026 ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ്. ഇനി ഔദ്യോഗിക ഭാഗ്യചിഹ്നം എന്തായിരുന്നു ഈ ഒരു ട്രൈബൽ ഗെയിംസിലെ? മോർവീർ ആണ് കേട്ടോ, മോർവീർ ആണ്. മോർവീർ എന്ന് പറയുന്നത് ഗോത്രവർഗ അഭിമാനത്തിന്റെയും വീര്യത്തിന്റെയും പ്രതീകമാണ്. ട്രൈബൽ ഗെയിംസ് അല്ലേ, ഗോത്രവർഗ ഗെയിംസ് അല്ലേ ട്രൈബൽ ഗെയിംസ്. മോർ എന്നാൽ നമ്മുടെ സ്വന്തം എന്നും വീർ എന്നാൽ ധീരൻ എന്നുമാണ് അർത്ഥമാക്കുന്നത്. അറിഞ്ഞിരുന്നാൽ മതി. ഇനി പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് 2026 വേദി ഛത്തീസ്ഗഡ്, ഭാഗ്യചിഹ്നം മോർവീറും. ഓവറോൾ ചാമ്പ്യന്മാരായത് പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് 2026 ഓവറോൾ ചാമ്പ്യന്മാരായത് കർണാടകയാണ് കേട്ടോ, കർണാടക മറക്കരുതേ. ഇനി അടുത്ത പോയിന്റ്, കായിക രംഗത്തെ വിഖ്യാത പുരസ്കാരമായ ലോറസ് പുരസ്കാരം നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചില്ലേ 2025. ഇനി 2026 ലോറസ് പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട് നമ്മുടെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം. പഠിച്ചു നോക്കണേ, കായിക രംഗത്തെ വിഖ്യാത പുരസ്കാരമായിട്ടുള്ള ലോറസ് പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് നമ്മുടെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമാണ്. PSC ബുള്ളറ്റിനിലെ പോയിന്റ്സ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. ഇനി സച്ചിൻ ടെണ്ടുൽക്കർ ഐക്യരാഷ്ട്രസഭയുടെ ഗ്ലോബൽ ചാമ്പ്യൻ ഫോർ റോഡ് സേഫ്റ്റിയായി നിയോഗിക്കപ്പെട്ടു കേട്ടോ. അപ്പൊ നമ്മുടെ ക്രിക്കറ്റ് ഇതിഹാസ താരമായിട്ടുള്ള സച്ചിൻ ടെണ്ടുൽക്കർ ഐക്യരാഷ്ട്രസഭയുടെ ഗ്ലോബൽ ചാമ്പ്യൻ ഫോർ റോഡ് സേഫ്റ്റിയായി നിയോഗിക്കപ്പെട്ടു. ഇനി നമ്മൾ പറഞ്ഞതാണ് IPL കിരീടം വുമൻസ് പ്രീമിയർ ലീഗ് കിരീടം ബാംഗ്ലൂരാണ് നിലനിർത്തിയത് കേട്ടോ, അത് നമ്മൾ പറഞ്ഞതാണ്. ഇനി ഇന്ത്യയുടെ 95ാമത് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? ഏപ്രിലാണ്. ആരോണിക് ഘോഷ് ആണ് കേട്ടോ, ആരോണിക് ഘോഷ് ആണ്. അപ്പൊ ഇന്ത്യയുടെ 95ാമത് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? ആരോണിക് ഘോഷാണ് കേട്ടോ, ഘോഷാണ്, സോറി. ഇനി ലോറസ് കായിക പുരസ്കാരങ്ങൾ 2026 ഇനി 2025 നമ്മൾ പറഞ്ഞു. ഇനി ലോറസ് കായിക പുരസ്കാരം 2026 മികച്ച പുരുഷ താരമായി കാർലോസ് അൽക്കാരസ് ടെന്നീസിലെയും മികച്ച വനിതാ താരമായിട്ട് അരീന സബലങ്ക ടെന്നീസിന്റെയുമാണ് തെരഞ്ഞെടുത്തത്. ഈ അടുത്തിടെ തെരഞ്ഞെടുത്തതാണ്, അതുകൊണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത കുറവാണ്. എന്നാലും അറിഞ്ഞിരിക്കണം, ലോറസ് പുരസ്കാരം 2026 മികച്ച പുരുഷ താരം കാർലോസ് അൽക്കാരസും ടെന്നീസാണ്, മികച്ച വനിതാ താരം അരീന സബലങ്കയും ടെന്നീസാണ്. ഇനി അടുത്തത് ഫോർമുല 1 ജാപ്പനീസ് ഗ്രാൻഡ് പ്രിക്സ് വിജയിച്ച ആൻഡ്രിയ കീമി ആന്റോണെല്ലി ലോക ചാമ്പ്യൻഷിപ്പിൽ മുന്നിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഡ്രൈവറായിട്ട് മാറി. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു ടോപ്പിക്കിലോട്ട് പോവാം. ഇനി ഇൻഡെക്സുകളാണ് കേട്ടോ, സൂചികകൾ. പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് 1 മാർക്കിന് ചോദിക്കുന്നതാണ് സൂചികകൾ. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് 2026 ആഗോള സന്തോഷ സൂചികയാണ്. 2026 ആഗോള സന്തോഷ സൂചിക നോക്കാം. 1ാം സ്ഥാനത്തുള്ള രാജ്യം ഫിൻലൻഡ് ആണ് കേട്ടോ, ഫിൻലൻഡ്. അതായത് തുടർച്ചയായ 9ാം വർഷമാണ് ഫിൻലൻഡ് ഈ ഒരു നേട്ടം കൈവരിക്കുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഫിൻലൻഡിലല്ലേ മറ്റേ നമ്മുടെ മതവിശ്വാസമില്ലാത്തൊരു രാജ്യമാണെന്ന് പറയുന്നത് ഫിൻലൻഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അവിടെ സന്തോഷം കൂടുതലെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് 2026 ആഗോള സന്തോഷ സൂചിക 2026 1ാം സ്ഥാനത്തുള്ള രാജ്യം ഫിൻലൻഡ്. തുടർച്ചയായി 9ാം വർഷമാണ് ഫിൻലൻഡ് ഈ ഒരു നേട്ടം കൈവരിക്കുന്നത്. ഇനി നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാം, നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2026 ഇന്ത്യയുടെ സ്ഥാനം 116 ആയിരുന്നു. 2025 118 ആയിരുന്നു. നമ്മൾ 2 പോയിന്റ്സ് ഇൻക്രീസ് ചെയ്തു കേട്ടോ. ഇപ്പോഴത്തെ റാങ്ക് എന്ന് പറഞ്ഞാൽ 116ാം റാങ്കാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാം, ആഗോള സന്തോഷ സൂചിക 2026 ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 116ാം സ്ഥാനമാണ്. ഇനി അവസാന സ്ഥാനത്തുള്ള രാജ്യം അഫ്ഗാനിസ്ഥാനാണ്, 147. ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ, കടുത്ത മാനുഷിക സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്ന അഫ്ഗാനിസ്ഥാൻ പട്ടികയിൽ ഏറ്റവും പിന്നിലാണ് കേട്ടോ. താലിബാന്റെയൊക്കെ ഭരണം കാരണം കൊണ്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. 1ാം സ്ഥാനം ഫിൻലൻഡും ഇന്ത്യയുടെ സ്ഥാനം 116 കേട്ടോ. 2026 116 ഇന്ത്യ, 2025 ഇന്ത്യ 118 ആയിരുന്നു. ക്ലിയർ ആണ്? അടുത്ത പോയിന്റിലോട്ട് പോകാം. അടുത്തത് UN മാനവ വികസന സൂചിക അഥവാ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 2025-26 കാലഘട്ടത്തിലെ UN മാനവ വികസന സൂചികയിൽ 1ാം സ്ഥാനം ഐസ്ലൻഡ് ആണ്. 1ാം സ്ഥാനം ഐസ്ലൻഡ്. ഇന്ത്യയുടെ റാങ്ക് എന്ന് പറഞ്ഞാൽ 130ാം റാങ്കാണ് കേട്ടോ. അപ്പോൾ മാനവ വികസന സൂചികയിൽ ഇന്ത്യ 130ആണ്. അവസാന സ്ഥാനം ദക്ഷിണ സുഡാനാണ് അഥവാ സൗത്ത് സുഡാനാണ്. ഞാൻ ഒന്നുകൂടെ പറയാം. 2025-26 യുണൈറ്റഡ് നേഷൻസിന്റെ മാനവ വികസന സൂചികയിൽ 1ാം സ്ഥാനം ഐസ്ലൻഡും ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ 130ാം സ്ഥാനമാണ്. ഇനി അടുത്തത് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് 2026 ആഗോള പട്ടിണി സൂചികയിൽ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 102ാം റാങ്കാണ്. പഠിച്ചു വെക്കണം. ആഗോള പട്ടിണി സൂചിക 2026 നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം 102ാം സ്ഥാനമാണ്. ഇനി ഏറ്റവും ദരിദ്രമായ രാഷ്ട്രം ഏതാണെന്ന് ചോദിച്ചാൽ സോമാലിയാണ് കേട്ടോ. ഏറ്റവും ദരിദ്രമായ രാഷ്ട്രം സോമാലിയാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. വളരെ എഫേർട്ട് എടുത്താണ് ക്ലാസ്സുകൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.
അപ്പോൾ അടുത്ത പോയിന്റ് നോക്കാം. അടുത്തത് ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചിക. സ്ഥിരമായിട്ട് നമ്മുടെ PSC ചോദിക്കുന്ന ഒരു പോയിന്റാണ് ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചിക. വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് 2026 ഇന്ത്യയുടെ സ്ഥാനം 151 സ്ഥാനമാണ് കേട്ടോ. ആകെ 180 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 151 സ്ഥാനമാണ്. ഇനി ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം നോർവേ ആണ് കേട്ടോ. നോർവേ ആണ്. തുടർച്ചയായ 10ാം വർഷമാണ് നോർവേ ഈ പട്ടികയിൽ ഒന്നാമതാവുന്നത് കേട്ടോ. പഠിച്ചു വെക്കണം. ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചിക 2026 ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം നോർവേ ആണ്. തുടർച്ചയായ 10ാം വർഷമാണ് നോർവേ ഒന്നാം സ്ഥാനത്തെത്തിയത്. ഇനി നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ 151 സ്ഥാനമാണ്. ഇനി അവസാന സ്ഥാനത്തുള്ള രാജ്യം എറിത്രിയയാണ് കേട്ടോ. എറിത്രിയ. അടുത്ത പോയിന്റ് ആഗോള അഴിമതി സൂചികയാണ്. 2025-26 കറപ്ഷൻ പെർസ്പെക്ഷൻ ഇൻഡെക്സ് ആണ്, CPI എന്ന് പറയും. അപ്പോൾ ആഗോള അഴിമതി സൂചിക 2025-26 ഇന്ത്യയുടെ സ്ഥാനം 91 സ്ഥാനമാണ്. ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഡെൻമാർക്കാണ് കേട്ടോ. ഡെൻമാർക്കാണ്. അവസാന സ്ഥാനം സോമാലിയ, സൗത്ത് സുഡാനാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. 2025-26 ആഗോള അഴിമതി സൂചികയിൽ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം 91 സ്ഥാനവും ഒന്നാം സ്ഥാനം ഡെൻമാർക്ക്, അവസാന സ്ഥാനം സോമാലിയ, സൗത്ത് സുഡാനും. ഇനി അടുത്ത പോയിന്റിലോട്ട് പോവാം. ആഗോള സമാധാന സൂചികയാണ് ഗ്ലോബൽ പീസ് ഇൻഡെക്സ് 2025-26. അപ്പോൾ 2025-26 കാലഘട്ടത്തിലെ ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 115 സ്ഥാനമാണ് കേട്ടോ. അപ്പം നമ്മുടെ സമാധാനത്തിൽ നമ്മുടെ സ്ഥാനം എത്രയാണ്? 115 സ്ഥാനമാണ്. അപ്പം സന്തോഷത്തിൽ നമ്മൾ 116 ആയിരുന്നു. മറന്നുപോലെ സന്തോഷം, ഹാപ്പിനെസ്സിൽ, വേൾഡ് ഹാപ്പിനെസ്സിൽ നമ്മൾ 116 ആണെങ്കിൽ സമാധാനത്തിൽ നമ്മൾ ഒന്ന് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, 115 സ്ഥാനമാണ് കേട്ടോ. ഇനി ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം, അതായത് ആഗോള സമാധാന സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഐസ്ലൻഡ് ആണ് കേട്ടോ. എന്താണ് കാരണം? 2008 മുതൽ തുടർച്ചയായി ഐസ്ലൻഡ് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും സമാധാനമുള്ള രാജ്യം. നമുക്കറിയാം ഐസ്ലൻഡ് എന്ന് പറയുമ്പോൾ തണുത്ത രാജ്യമല്ലേ, തണുപ്പ് വരുമ്പോൾ എന്താണ്? ഒരു സമാധാനമല്ലേ. അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്യണം. ആഗോള സമാധാന സൂചിക 2025-26 ഒന്നാം സ്ഥാനം ഐസ്ലൻഡ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം 115 സ്ഥാനമാണ്. അവസാന സ്ഥാനത്തുള്ള രാജ്യം റഷ്യയാണ് കേട്ടോ. ഇനി സ്ഥിരമായിട്ട് നമ്മുടെ PSC പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു സൂചികയാണ് ഹെല്ലി പാസ്പോർട്ട് സൂചിക. ഹെല്ലി പാസ്പോർട്ട് ഇൻഡെക്സ് 2026 ഇന്ത്യയുടെ സ്ഥാനം 75 സ്ഥാനമാണ് നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം കേട്ടോ. 2025 ചോദിക്കുവാണെങ്കിൽ 85 സ്ഥാനമായിരുന്നു കേട്ടോ. അപ്പോൾ ഹെല്ലി പാസ്പോർട്ട് സൂചികയിൽ 2025 നമ്മൾ 85 സ്ഥാനത്തായിരുന്നെങ്കിൽ 2026 ഹെല്ലി പാസ്പോർട്ട് സൂചികയിൽ നമ്മൾ 75 സ്ഥാനത്തിലോട്ട് മാറിയിട്ടുണ്ട്. 10 സ്ഥാനം കൂടിയിട്ടുണ്ട്, 75 കേട്ടോ. അതായത് നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് നിലവിൽ 56 രാജ്യങ്ങളിലേക്ക്, നോട്ട് ചെയ്തോണേ, നിലവിൽ 56 രാജ്യങ്ങളിലേക്ക് മുൻകൂട്ടി വിസയില്ലാതെ യാത്ര ചെയ്യാം. അഥവാ വിസ ഫ്രീ ആയിട്ടും വിസ ഓൺ അറൈവലായിട്ടും യാത്ര ചെയ്യാം. ഇനി ഹെല്ലി പാസ്പോർട്ട് സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം സിംഗപ്പൂരാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. ഹെല്ലി പാസ്പോർട്ട് സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം സിംഗപ്പൂരാണ്. അവസാന സ്ഥാനം അഫ്ഗാനിസ്ഥാനാണ് കേട്ടോ. അഫ്ഗാനിസ്ഥാൻ. ഇനി അടുത്ത പോയിന്റ് ആഗോള ഭീകരവിരുദ്ധ സൂചിക അഥവാ ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് 2026 നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം 13ാം സ്ഥാനമാണ് കേട്ടോ. ഇനി ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? പാകിസ്ഥാനാണ്. നമുക്കറിയാം ടെററിസം കൂടുതൽ എവിടെയാണ്? പാകിസ്ഥാനിലല്ലേ. പഠിച്ചു നോക്കണം. ആഗോള ഭീകരവിരുദ്ധ സൂചിക 2026 ഇന്ത്യയുടെ സ്ഥാനം 13, ഒന്നാം സ്ഥാനം പാകിസ്ഥാനാണ്. പാകിസ്ഥാന് കൂടെ തന്നെ അറിഞ്ഞിരിക്കണം ബുർക്കിനോ ഫാസോ, നൈജീരിയ, നൈജർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്നീ രാജ്യങ്ങളാണ് പാകിസ്ഥാനോടൊപ്പം ഭീകരവാദം ഏറ്റവും കൂടുതൽ ബാധിച്ച ആദ്യ 5 രാജ്യങ്ങളിൽ ഉൾപ്പെടുന്നത്. ഇനി വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് 2025-26 പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനമായ വായുവുള്ള 6ാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഇനി ലോകത്തിലെ ഏറ്റവും മലിനമായിട്ടുള്ള രാജ്യം ഏതാണോ വായുവുള്ള രാജ്യം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനാണ് കേട്ടോ. പാകിസ്ഥാൻ. ഇനി അടുത്ത പോയിട്ട് നോക്കാം. ആഗോള സുസ്ഥിര വികസന സൂചിക സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 2026 നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം 99ാം സ്ഥാനമാണ് കേട്ടോ. ആഗോള സുസ്ഥിര വികസന സൂചിക 2026 ഇന്ത്യയുടെ സ്ഥാനം 99ാം സ്ഥാനമാണ്. 2024 109ാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ. 10 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തിയാണ് 99ൽ എത്തിയത് കേട്ടോ. ഒന്നാം സ്ഥാനം ഫിൻലൻഡ് ആണ് കേട്ടോ. അപ്പം ഫിൻലൻഡിൽ എന്താണ്? ഹാപ്പിനെസ് മാത്രമല്ല, സന്തോഷം മാത്രമല്ല, പിന്നെന്താണ്? സുസ്ഥിര വികസനത്തിലും അവർ ഒന്നാമതാണ് കേട്ടോ ഫിൻലൻഡ്. ഇനി അവസാന സ്ഥാനം ദക്ഷിണ സുഡാനാണ്. ഇനി ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് 2026 അഥവാ 2026 ലിംഗ സമത്വ സൂചികയിൽ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം 131ാം സ്ഥാനമാണ്. 2026 131ാം സ്ഥാനമാണ് ലിംഗ സമത്വ സൂചികയിൽ ഇന്ത്യ. 2024 ഇന്ത്യ 129 ആയിരുന്നു. 2 സ്ഥാനങ്ങൾ ഇന്ത്യ പിന്നോട്ട് പോയിട്ട് കേട്ടോ. അത് അറിഞ്ഞിരിക്കണേ. ഇനി ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഐസ്ലൻഡ് ആണ്. തുടർച്ചയായ 16ാം വർഷം ഐസ്ലൻഡ് തന്നെയാണ് ലിംഗസമത്വ സൂചികയിൽ ഒന്നാമത്. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാം. നീതി ആയോഗ് ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സ് 2026 നീതി ആയോഗ് ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സ് 2026
റിപ്പോർട്ട് എന്താ നീതി ആയോഗ് ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ഭദ്രതയും കടബാധ്യതകളെയും വിലയിരുത്തുന്ന റിപ്പോർട്ടാണ്. ഈ നീതി ആയോഗ് ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് 2026 റിപ്പോർട്ടിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഒഡീഷയും, 2ാം സ്ഥാനം ഗോവയും, 3ാം സ്ഥാനം ജാർഖണ്ഡും, ഏറ്റവും പിന്നിൽ പഞ്ചാബുമാണ്. അപ്പോൾ ഒഡീഷ ഇതായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്, പഠിച്ചു വെക്കണം. നീതി ആയോഗ് ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് 2026 റിപ്പോർട്ടിൽ 1ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ് കേട്ടോ, ഒഡീഷ. ക്ലിയർ ആണേ? ഇനി അടുത്ത പോയിന്റിലോട്ട് നമുക്ക് പോവാം. അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയേറിയ കുറച്ച് പ്രധാന പദ്ധതികൾ നമുക്കൊന്ന് പഠിച്ചങ്ങ് പോവാം. ഫസ്റ്റ് തന്നെ നവജീവൻ പദ്ധതി. എന്താണ് നവജീവൻ പദ്ധതി? പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഇത് പ്രധാനമായും 50 മുതൽ 65 വയസ്സ് വരെ പ്രായപരിധിയിലുള്ള തൊഴിൽ രഹിതർക്കായിട്ടുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതിയാണ്. പഠിച്ചു വെക്കണം. നവജീവൻ പദ്ധതി എന്താണ്? ഇത് പ്രധാനമായും 50 മുതൽ 65 വയസ്സ് വരെ പ്രായപരിധിയിലുള്ള തൊഴിൽ രഹിതർക്കായുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ പദ്ധതി. ക്ലിയർ ആണേ? ഇനി അടുത്തത് സ്നേഹാരാമം പദ്ധതി. എന്താണ് സ്നേഹാരാമം പദ്ധതി? പൊതുസ്ഥലങ്ങളിലെ മാലിന്യ കൂമ്പാരങ്ങൾ നീക്കം ചെയ്ത് അവിടെ പൂന്തോട്ടങ്ങളോ മനോഹരമായ പാർക്കുകളോ നിർമ്മിക്കുന്ന പദ്ധതിയാണ് സ്നേഹാരാമം പദ്ധതി. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത് കേട്ടോ, സ്നേഹാരാമം പദ്ധതി. ക്ലിയർ ആണ്? അടുത്ത പോയിന്റ്, ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, പഠിച്ചു വെക്കണം. എന്താണ്? ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ഇനി അടുത്തത് പരീക്ഷയ്ക്ക് ചോദിക്കാം. കുടിയേറ്റ തൊഴിലാളികളുടെ 3 മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെ അംഗൻവാടികളിൽ ചേർക്കുന്നതിനും 6 വയസ്സും അതിൽ കൂടുതലുള്ളവരെ പൊതുവിദ്യാലയങ്ങളിലും സംയോജിപ്പിക്കുന്നതിനുമുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ജ്യോതി പദ്ധതി കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. എന്താണ് ജ്യോതി പദ്ധതി? കുടിയേറ്റ തൊഴിലാളികളുടെ 3 മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെ അംഗൻവാടികളിൽ ചേർക്കുന്നതിനും 6 വയസ്സും അതിൽ കൂടുതലുമുള്ളവരെ പൊതുവിദ്യാലയങ്ങളിൽ സംയോജിപ്പിക്കുന്നതിനുമുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ജ്യോതി പദ്ധതി. ജ്യോതി പദ്ധതി. ഇനി അടുത്തത് സമാശ്വാസം പദ്ധതി. എന്താണ്? വൃക്ക രോഗികൾ, ഹീമോഫീലിയ ബാധിതർ തുടങ്ങിയവർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി. ഇനി സമന്വയ പദ്ധതി എന്താണ്? ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ വിദ്യാഭ്യാസത്തിനും പുനരധിവാസത്തിനും നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സമന്വയ പദ്ധതി. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, സമന്വയ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ് എന്ന് ചോദിക്കാം. ആരാണ്? ട്രാൻസ്ജെൻഡർ വ്യക്തികളാണ്. പഠിച്ചു വെക്കണം. സമന്വയ പദ്ധതി എന്താണ്? ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ വിദ്യാഭ്യാസത്തിനും പുനരധിവാസത്തിനുമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ഇനി അടുത്തത് ഒരു ആപ്ലിക്കേഷൻ ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാം. ശൈലി ആപ്പ് കേട്ടോ, ശൈലി ആപ്പ്. ശൈലി ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ 30 വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങൾ കണ്ടുപിടിക്കുന്നതിനായുള്ള സ്ക്രീനിങ്ങിനായി ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് ശൈലി ആപ്പ്. അപ്പൊ ശൈലി ആപ്പ് എന്താണ്? കേരളത്തിൽ 30 വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങൾ, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കണ്ടുപിടിക്കുന്നതിനായുള്ള സ്ക്രീനിങ്ങിനായി ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് ശൈലി ആപ്പ്. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായുള്ള ആരോഗ്യകരമായ ജീവിതശൈലി എന്ന പദ്ധതിക്കായി ആരോഗ്യ വകുപ്പ് വികസിപ്പിച്ചെടുത്ത ആപ്ലിക്കേഷനാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, ശൈലി ആപ്പ് വികസിപ്പിച്ചെടുത്തത് ഏത് പദ്ധതിയുടെ കീഴിലാണെന്ന് ചോദിക്കാം. ഏത് പദ്ധതിയുടെ കീഴിലാണ്? ആരോഗ്യകരമായ ജീവിതശൈലി എന്ന പദ്ധതിക്കായി ആരോഗ്യ വകുപ്പ് വികസിപ്പിച്ചെടുത്ത ആപ്ലിക്കേഷനാണ് ശൈലി ആപ്പ്. ഇനി അടുത്ത ചോദിക്കാം, നിരാമയ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി. നിരാമയ ഇൻഷുറൻസ് പദ്ധതി എന്താണെന്ന് നോക്കാം. ഭിന്നശേഷിക്കാർക്കായുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. പഠിച്ചു വെക്കണേ. ഭിന്നശേഷിക്കാർക്കായുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ ഇൻഷുറൻസ് പദ്ധതി. ഗുണഭോക്താക്കൾ ആരൊക്കെയാണ്? ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിമാന്ദ്യം, ഒന്നിലധികം വൈകല്യങ്ങൾ എന്നിവയുള്ള വ്യക്തികൾക്കാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത്. അപ്പൊ നിരാമയ ഇൻഷുറൻസ് പദ്ധതി ഭിന്നശേഷിക്കാർക്കായുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ്, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. അതായത് ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിമാന്ദ്യം, ഒന്നിലധികം വൈകല്യങ്ങൾ എന്നിവയുള്ള വ്യക്തികൾക്കാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത്. നിരാമയ ഇൻഷുറൻസ് പദ്ധതിയുടെ പരിരക്ഷ എന്ന് പറഞ്ഞാൽ ഈ പദ്ധതിയിലൂടെ ഗുണഭോക്താക്കൾക്ക് ഒരു വർഷം 1 ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ ധനസഹായം ലഭിക്കുന്നു കേട്ടോ. 1 ലക്ഷം രൂപ വരെയാണ് പ്രതിവർഷം ലഭിക്കുന്നത് ചികിത്സാ ധനസഹായം. ഇനി അടുത്ത പോയിന്റ്, അങ്കണവാടി കുട്ടികളുടെ ശാരീരികവും ബൗദ്ധികമായ വളർച്ച പ്രായാനുസൃതമായി നിരീക്ഷിക്കാൻ വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് കുഞ്ഞൂസ് കാർഡ് കേട്ടോ. അംഗൻവാടി കണക്ട് ചെയ്തോണം കുഞ്ഞൂസ് കാർഡ്. അടുത്ത പോയിന്റ്,
കേരളത്തിലെ ജലക്ഷാമമുള്ള പ്രദേശങ്ങളിൽ ടാങ്കറുകളിൽ വെള്ളം എത്തിക്കുന്നതിലെ അമിത നിരക്കും മറിച്ചു വിൽപ്പനയും തടയാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് സുജലം സുലഭം കേട്ടോ. അപ്പൊ കേരളത്തിലെ ജലക്ഷാമമുള്ള പ്രദേശങ്ങളിൽ ടാങ്കറുകളിൽ വെള്ളം എത്തിക്കുന്നതിലെ അമിത നിരക്കും മറിച്ചു വിൽപ്പനയും തടയാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് സുജലം സുലഭം. അടുത്ത പോയിന്റ്, ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കാനായി ലോക പരിസ്ഥിതി ദിനമായിട്ടുള്ള ജൂൺ 5 ആരംഭിച്ച ജനകീയ വൃക്ഷവൽക്കരണ പദ്ധതിയാണ് ഒരു തൈ നടാം. കഴിഞ്ഞ വർഷമാണ്, അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. അടുത്ത പോയിന്റ്, തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഹരിത കർമ്മ സേനാംഗങ്ങൾ മാലിന്യം ശേഖരിക്കുന്നതിനായി നൽകിയ ഇലക്ട്രിക്കൽ ട്രൈ സൈക്കിൾ ഏതാണ്? ഹരിത വാഹിനിയാണ്. അതിഥി തൊഴിലാളികളുടെ മക്കളെ മുഴുവൻ അങ്കണവാടികളിലും സ്കൂളുകളിലും എത്തിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ആയിയെ ഏക് സാത്ത് സീഗെ, അതായത് നമുക്കൊന്നിച്ച് പഠിക്കാം. ഇത് നമ്മൾ പഠിഞ്ഞാണ്, ജ്യോതി പദ്ധതി നമ്മൾ പറഞ്ഞതാണ്. ഇനി വനവിഭവങ്ങൾ ശേഖരിച്ച് ആദിവാസികൾക്ക് വരുമാനം നൽകുന്ന വനം വകുപ്പിന്റെ പദ്ധതിയാണ് വനാമൃതം പദ്ധതി. സുജലം സുലഭം നമ്മൾ പറഞ്ഞതാണ്. ഇനി അടുത്തത്, പ്രസവശേഷം ആശുപത്രിയിൽ നിന്ന് കുഞ്ഞുമായി മടങ്ങുന്ന അമ്മയ്ക്ക് വൃക്ഷത്തൈ സമ്മാനമായി നൽകുന്ന ലോക പരിസ്ഥിതി ദിനത്തിൽ തുടങ്ങിയ പദ്ധതിയാണ് ജീവൻ പദ്ധതി. വീട്ടിലും പൊതുസമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്തി സംരക്ഷണം നൽകാൻ ലക്ഷ്യമിട്ടുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് സുരക്ഷാമിത്രം പദ്ധതി. കേരളത്തിൽ ആദ്യമായി ഹരിത ബജറ്റ് അവതരിപ്പിച്ച കോർപ്പറേഷൻ ഏതാണ്? തിരുവനന്തപുരം കോർപ്പറേഷനാണ്. കേരളത്തിന്റെ അതിർത്തി പഞ്ചായത്തുകളിൽ വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ച് പച്ച മതിൽ തീർക്കുന്നതിനായി ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഗ്രീൻ ദി ഗ്യാപ്പ് പദ്ധതി കേട്ടോ. ഗ്രീൻ ദി ഗ്യാപ്പ് പദ്ധതി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് കെ സ്മാർട്ട്. കെ സ്മാർട്ട് സംവിധാനം ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിൽ നിലവിൽ വന്നത് എന്ന് മുതലാണ്? പരീക്ഷയ്ക്ക് ചോദിക്കാം. 2025 ഏപ്രിൽ 10 മുതലാണ് കെ സ്മാർട്ട് സംവിധാനം നിലവിൽ വന്നത്. ഇനി അടുത്തത്, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് നിലവിൽ വന്നത് എവിടെയാണ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. സിവിൽ വ്യവഹാരങ്ങളിലും ഗുരുതരമല്ലാത്ത ക്രിമിനൽ തർക്കങ്ങളിലും അതിവേഗം നീതി ലഭ്യമാക്കാനുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ് സമയം പദ്ധതി. സർക്കാർ ഉദ്യോഗസ്ഥരിലെ അഴിമതിക്കാരെ പിടികൂടാൻ വിജിലൻസ് ആരംഭിച്ച ഓപ്പറേഷൻ നൽകിയ പേരാണ് ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ്. അടുത്ത് നോക്കാം. അഴിമതി കണ്ടെത്തുന്നതിനായി സംസ്ഥാന വ്യാപകമായി സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ വിജിലൻസ് വിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ്. വർദ്ധിച്ചു വരുന്ന ലഹരിമരുന്ന് വ്യാപനം തടയാൻ സംസ്ഥാന വ്യാപകമായി എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ്. സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ക്ലീൻ വീൽസ്. വനം വകുപ്പിൽ നടക്കുന്ന അഴിമതിയും ക്രമക്കേടുകളും കണ്ടെത്തുന്നതിനായി വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ വനരക്ഷ. വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം ഉറപ്പാക്കാനും മായം ചേർത്ത എണ്ണയുടെ വിൽപ്പന തടയാനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയാണ് ഓപ്പറേഷൻ നാളികേര. സംസ്ഥാനത്ത് ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നവരുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ റെയിൽവേ പോലീസും ലോക്കൽ പോലീസും ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ രക്ഷിത. ഭൂട്ടാൻ വഴി ആഡംബര കാറുകൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിലെത്തിച്ച് മറിച്ചു വിൽക്കുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്ന് കസ്റ്റംസ് രാജ്യവ്യാപകമായി നടത്തിയ ഓപ്പറേഷൻ നൽകിയ പേരാണ് ഓപ്പറേഷൻ നുംകൂർ. ഓപ്പറേഷൻ നുംകൂറിലെ നുംകൂർ എന്നതിന്റെ ഭൂട്ടാനീസ് ഭാഷയിലെ അർത്ഥം എന്ന് പറഞ്ഞാൽ വാഹനം എന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും എല്ലാവരും ക്ലാസ് ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ നിങ്ങളുടെ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പം ഇതിന് ഷുഗർ ഷോട്ട് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് നമ്മൾ ഇന്നലെയും ഇട്ടിരുന്നു. ആ ക്ലാസ് കൂടെ കാണാൻ ശ്രമിക്കണം. ഇനി നാളെ ഒരു ക്ലാസ് കൂടെ കറണ്ട് അഫയേഴ്സ് ബേസ് ചെയ്ത് നമ്മൾ ഇടുന്നതാണ്. ആ 3 ക്ലാസ്സും കണ്ടാൽ തന്നെ നിങ്ങൾ കറണ്ട് അഫയേഴ്സിൽ മുഴുവൻ മാർക്കും ലഭിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സും ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ക്ലാസ്സുകൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതോടെ മാക്സിമം എല്ലാവരും കാണാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യാനും മറക്കരുത്, ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ക്ലാസ് അവസാനം വരെ കണ്ട എല്ലാവർക്കും താങ്ക് യു.